പക്ഷെ അതിലൂടെ ദൈവം ആരാണ്? ദൈവം ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത്. കൃപാസനത്തിന് അന്ന് ദൈവം അതിൻ്റെ അകത്തൊരു മീൻസ് ആക്കി എടുത്തതേ ഉള്ളൂ. ദൈവം ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത്. ഈ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം എന്ന് പറയണത് ഈ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതോടെ മാത്രം വിഷയമല്ല. അത് ഈ ലോകത്തിൻ്റെ മൊത്തം വിഷയങ്ങളാണ്. അത് സഭ അറിഞ്ഞ് സഭ ഇത് പൊതുവായിട്ട് ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് എന്നാണ് അതിൻ്റെ സന്ദേശം കൈമാറുന്നത്, ലോകം മുഴുവൻ പ്രചരിക്കണതും. ഇപ്പം തന്നെ ഈ ദൈവത്തിൻ്റെ ജോലികൾ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം പരിശുദ്ധ പിതാവാണ് ഇത് പറയണമെന്നുണ്ടെങ്കിലും അവസാനം പരിശുദ്ധ പിതാവാണല്ലോ ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് പറയേണ്ടത്. എന്നാലും കത്തോലിക്കരല്ലേ കേൾക്കത്തുള്ളൂ. അതല്ലേ വിഷയം. ഇപ്പം തന്നെ ഇവിടെ വരുന്നത് ആരാണ്? ഹിന്ദുസ് വരുന്നുണ്ട്, ഇവിടെയൊക്കെ മുസ്ലിംസ് വരുന്നുണ്ട്, CSIക്കാർ വരുന്നുണ്ട്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും ആണ് ദുരന്തം ബാധിക്കാൻ പോണത്. അത് ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ശരി, മറ്റു തരത്തിലുള്ള ദുരന്തമായാലും ശരി. ദുരന്തം ജാതി മതം നോക്കിയിട്ടാണ് ദുരന്തം വരണത്? അല്ല. അതെല്ലാം എല്ലാ മനുഷ്യരും എന്തെങ്കിലും വന്നാൽ എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം കൃപാസനത്തിലൂടെ എല്ലാ മനുഷ്യരെയുമാണ് വെൽക്കം ചെയ്യണത്. എന്താണ്? നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമാകണം. നിങ്ങൾ ഈ വിഷയത്തിലൊരു ദൈവാനുഭവം ഉണ്ട്. ആ ദൈവാനുഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളിതിൻ്റെ പ്രയോക്താക്കളാകും. അങ്ങനെ ദൈവത്തിൻ്റെ തിരുമനസ് കൈമാറ്റം നടക്കണം. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു കുറിഞ്ഞ് മരുന്ന് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയണത് ദൈവത്തിൻ്റെ തിരുമനസ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതാദ്യമേ നിങ്ങൾ ചെയ്ത ഉടമ്പടി പെട്ടെന്ന് ലൈവാകും. നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്തുള്ള ദൈവികമായ രഹസ്യമായ അജണ്ട എന്താണ്? രഹസ്യകാര്യ പരിപാടി എന്താണ്? അതായത് ഈ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ദുരന്തത്തെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ സൈന്യങ്ങളുടെ എണ്ണം ജാതി മതത്തിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരിലേക്ക് സന്ദേശം കൈമാറണം. ഈ സന്ദേശം കൈമാറിക്കൊണ്ട് കർത്താവേ ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന്, ഒരു വ്യക്തികൾക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് അങ്ങ് ഈ പ്രാർത്ഥനയുടെ ഫലമായി മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര നടപടികളിൽ നമ്മൾ ഒരു കണ്ണിയായിട്ട് മാറുകയാണ്. ഇത് ആദ്യമേ ചെയ്ത പ്രശ്നം തീർന്നു. നിങ്ങൾ IATS പാസ്സാകട്ടെ, എനിക്ക് ജോലി കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 90% ആൾക്കാർ വിഡ്ഢികളാണ് ഉടമ്പടി എടുത്തിരിക്കണവർ. എന്നുവെച്ചാൽ അവർ ചിന്തിക്കണത് എൻ്റെ കാര്യവും നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയല്ല ഇത് ആദ്യമേ തന്നെ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ എന്തിനാണ് ഉടമ്പടിയിലാകണത്? ദൈവത്തിൻ്റെ കാര്യം ചെയ്തോളാമെന്നാണ് പറഞ്ഞത്. അവൻ പറയണ പോലെ ചെയ്തോളാമെന്നാണ് പറയണത്. അവൻ പറയണ പോലെ തന്നെ എല്ലാ വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും ഒക്കെ സന്തോഷത്തോടെ അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പം പലർക്കും ചെയ്ത്തുകാരുടെ എണ്ണം കൂടുതലാണ്. എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സന്തോഷത്തോടെയാണോ? അതാണ് വിഷയം. അവിടെയാണ് അത് വിഷയമാണ്. ചെയ്യാം. അളിഞ്ഞ മോന്തമായിട്ടാണ് പല ആൾക്കാരും ഓരോ കാര്യം ചെയ്തു കൂട്ടണത്. എനിക്കിത് കാണുന്നത് ദേഷ്യമാണ്. ഈ ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ ഓരോ കാര്യം ചെയ്യും. ഇനി 18 പത്ര, ഇനി 8 എണ്ണം ഉണ്ട്, ഇത് ആർക്ക് കൊണ്ട് ചെലുത്താൻ, അവൻ്റെ മോന്ത അളിഞ്ഞിരിക്കണം കണ്ടില്ലേ? ഇതാണ് വിഷയം. ഇതെങ്ങനല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിഷയമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അവൻ പോയി ഒരു രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ, ദൈവരാജ്യത്തെക്കുറിച്ച് എന്താ ഈശോ പറയണത്? ഒരു രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്,
മത്തായി 13:44. മത്തായി 13:44. സ്വർഗരാജ്യം ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് നഷ്ടം വരും, മനസ്സിലായില്ലേ? സമയ നഷ്ടം വരും, സാമ്പത്തിക നഷ്ടം വരും, മറ്റുള്ളവരുടെ വായിരിക്കണം കേൾക്കണം. കുറച്ച് നിങ്ങൾ ഓർക്കരുത്, ലാഭം വരുമെന്ന് പറഞ്ഞ് പഠിക്കിറങ്ങരുത്. നിങ്ങൾ കർത്താവിനാണോ ഇതുവഴി നിങ്ങളെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നഷ്ടമുള്ള കാര്യം ഉറപ്പാണ്. ആദ്യമേ എന്താ, നമ്മുടെ സമയം പോകും. നമ്മൾ ഈ വീട്ടിലില്ലാത്ത കാരണം വീട്ടിലുള്ളവന് സമയത്ത് കാപ്പി കിട്ടിയില്ലെങ്കിൽ അമ്മ എവിടെ പോയി, ഞാൻ പത്രം കൊടുക്കാൻ പോയി, മണ്ണാൻ കെട്ട. ആ വെരുക് നിങ്ങളുടെ കഴുത്തേക്ക് കയറിയിരിക്കും. എന്താ കാര്യം? നിങ്ങൾ സമയാസമയങ്ങൾ നിന്നിട്ട് കാപ്പി അന്നത്തിൽ കൊടുത്തിട്ടില്ലേ? അങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടാണ്. വേണേ മര്യാദക്ക് ഉണ്ടാക്കി കുടിക്കടാന്ന് പറഞ്ഞതെങ്കിൽ പ്രശ്നം തീർന്നേരാം. മര്യാദക്ക് ഉണ്ടാക്കി കുടിക്കടാ, ഞാൻ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയാനുള്ള കമാൻഡ് അമ്മ കളഞ്ഞേ. അമ്മ പഞ്ചപുച്ഛം വെച്ച് ഒച്ചാനിച്ച് ഇവൻ പറയണ ഇഡ്ഡലി വേണ്ട ഇഡ്ഡലി. അപ്പോൾ പറയാം എനിക്ക് ഇഡ്ഡലി വേണ്ട, എനിക്ക് ദോശ മതിയെന്ന് പറയും. മനുഷ്യൻ്റെ വായി കുത്തിക്കയറ്റിട്ട് പോടാ, അല്ല വീട്ടിൽ എറിഞ്ഞിട്ട് പോടാന്ന് പറയണം. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മര്യാദക്ക് ഉള്ളത് കൊണ്ട് കഴിക്കും. ഇത് ഒരിടത്തും ഒതുങ്ങണില്ലല്ല. പിള്ളേർ ഒതുങ്ങണ്ട. പിള്ളേരുടെ ബലിയാളല്ലേ മാതാപിതാക്കന്മാരെ പലരും. ഒരുത്തിന് ദോശ, മറ്റേ പുട്ട് മതി. അപ്പോൾ പിന്നെ പുട്ട് കുത്താൻ നടക്കണം, പിന്നെ ദോശ ഉണ്ടാക്കാൻ നടക്കണം. ഇതെല്ലാം കൊണ്ടൊരു അമ്മയുണ്ട്. നിങ്ങളിങ്ങനെ ആക്കിയതാണേ, നിങ്ങളിങ്ങനെ ആക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ചില ആൺപിള്ളേരുമായിട്ട് അമ്മമാർ വരും എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര പിള്ളേരുണ്ട്? 3 പിള്ളേരുണ്ട്. എത്ര ആൺപിള്ളേരുണ്ട്? ആൺപിള്ളേരാണ് എല്ലാവരും. ഞാൻ പറഞ്ഞു, എല്ലാം വന്നിട്ടുണ്ടോ ഇവിടെ? 2 വന്നിട്ടുണ്ട്. ഉള്ളതിനെ കണ്ട് വിളിക്കാൻ പറയും. ഉള്ളതിനെ കണ്ട് ഇതിന് പറയും, എടാ നിൻ്റെയൊക്കെ ഉടുപ്പ് നീ തന്നെ അലക്കിയേക്കണം, അമ്മയെ കൊണ്ട് അലപ്പിക്കരുത്. മനസ്സിലായോ? നിൻ്റെയൊക്കെ പാത്രം നീ തന്നെ കഴിവിച്ചേക്കണം. ഞങ്ങളാണ് അച്ഛ കഴുകണത്. ക്ലിയറായി. എന്താ കാര്യം എന്നറിയാവോ? അമ്മയുടെ നടുവെല്ലാം ഒരുപോലെ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല. അതാണ് വിഷയം. അമ്മ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നന്നായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലല്ലോ, ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നാളെ കാലങ്ങളിൽ നിങ്ങൾ അവിടെ ഉടുപ്പും തൂവാലും എല്ലാം അവിടെ കല്യാണത്തിന് സമയത്ത് വരെ നിങ്ങൾ അലക്കി തേച്ചു. അത് ഞാൻ അലക്കിയാലേ ശരിയാകത്തുള്ളൂ. പിന്നെ അത് നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങൾ അവിടെ ആൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ള നിയമമാണ്. ഞാൻ അലക്കിയാലേ ശരിയാകും. അവർക്ക് വാദമൊന്നുമില്ല. മര്യാദക്ക് അലക്കണം. ആദ്യമേ തുടങ്ങണം ഈ പരിപാടിയൊക്കെ, ആദ്യമേ തുടങ്ങണം ഈ വിഷയങ്ങളൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളവർക്ക് പിടിക്കത്തില്ലൊരു കാലം കഴിയുമ്പോൾ. നിങ്ങളെ അവർക്കൊരു പിടിക്കത്തില്ല. എന്നിട്ട് അവർക്ക് 10, 35, 30 വയസ്സായി കഴിയുമ്പോൾ, 25 വയസ്സായി കഴിയുമ്പോൾ അമ്മയ്ക്ക് പഴയതുപോലെ പലരെ ഒപ്പിക്കണം. അപ്പൻ അതിനേക്കാൾ വലിയ കർക്കശ അപ്പുറത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ എല്ലാവരും ഒപ്പിച്ച് വരുമ്പോൾ നമ്മളൊരു പരുവത്തിലാകും. ആർക്കും പിടിക്കത്തുമില്ല. പോരെ, അപ്പനും പിടിക്കത്തില്ല, അമ്മയ്ക്കും മക്കൾക്കും പിടിക്കത്തില്ല. നമ്മൾ അതിനിടക്കിടക്കും മരുമകൾ കയറി വരികയാണെങ്കിൽ അവൾ കയറി വരകി എല്ലാം അവിടെ കയ്യിലാക്കി. ഇപ്പം എന്താ, അപ്പം മകന് സമാധാനം. ഇപ്പോൾ അമ്മയല്ലേ എനിക്ക് ഉടുപ്പലൊക്കെ തരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം അവന് പ്രശ്നമില്ല. അവൻ്റെ വീക്ക്നെസ് കണ്ടുവിട്ടിട്ട് അവൾ അതിൻ്റെ അകത്ത് കയറി കളിച്ച ആളാകും. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവ സ്നേഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും അടിയൊഴുക്കുകളുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹത്തിന് നിങ്ങളെ അതായത് നിങ്ങളുടെ മനസ്സിലിരിപ്പ് വേറെ വല്ലതും ആണെങ്കിലേ അതിനാണ് ഈ സത്യഹൃദയം എന്ന് പറഞ്ഞ വാക്കുണ്ട്. സത്യഹൃദയം. ഹെബ്രായർ 10:22. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ എന്ന് പറഞ്ഞ് കേട്ടില്ലേ? സത്യഹൃദയം. അപ്പം കള്ളഹൃദയം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് അല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പോഴാണ് മനസ്സിലാണത്. ഇത് സ്കാനിങ് അല്ലേ? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെറ്റ് സ്കാനിങ് പോലെ ഇരിക്കും. ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വരും. എന്താണ് പറഞ്ഞത്? അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്കടുത്ത് ചെല്ലാം. ദൈവത്തിന്റെ തിരുസന്നിധി ചെല്ലുമ്പോഴേ ഹൃദയം ഉണ്ടായ ഹൃദയം കൊണ്ട് ചെല്ലണമെന്നല്ല, ആ ഹൃദയം സത്യഹൃദയമായിരിക്കണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മരുമകളുടെ കാര്യം പറഞ്ഞില്ലേ, അവൾ വന്നിട്ട് എല്ലാ പുത്തൻ പെണ്ണ് പെരപ്പേറ് അടയ്ക്കുന്ന കേൾക്കണ പോലെ അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൻ്റെ കാര്യം ചെയ്യും, അമ്മയുടെ കാര്യം ചെയ്യും,
അവൾ അവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് സംഭവം. പക്ഷേ അമ്മയ്ക്കിട്ട് പാര വെക്കുകയാണ് ആ സംഭവം. മനസ്സിലായില്ലേ? അവരുടെ റോള് അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ആ ഹൃദയത്തിൽ സത്യമില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവളുടെ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ വേറെ ഒരു ഉദ്ദേശത്തിനാണ് ദുരുദ്ദേശം നമ്മൾ പറയണത്. അവളുടെ ഉദ്ദേശം വേറെയാണ്. ഉടമ്പടി ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് നിൻ്റെ ഹൃദയം കർത്താവ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിൻ്റെ ഈ നല്ല സൽപ്രവൃത്തികളിൽ പോലും സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് സ്വർഗീയ ഇടങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കൈകൾ വീശിക്കൊണ്ട് ആരാധന 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 ആരാധന. എഫേസോസ് 6:12. എഫെസ്യോസ് 6:12 എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പൊ ഈ സത്യത്തിന്റെ ഹൃദയവും സ്വർഗീയ ഇടങ്ങളുടെ ദുരാത്മാവും ചേർത്ത് വായിക്കേണ്ട വചനങ്ങളാണ്. നമ്മൾ സ്വർഗീയമായ സ്നേഹത്തിൻ്റെ ദൈവികമായ കാര്യമാണെന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള അടിയൊഴുക്ക് ദുരാത്മാവിൻ്റെതായിരിക്കും. കാര്യം ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഒരു വിഷയത്തിൻ്റെ ഇൻറ്റൻഷൻസ് ആണ് പ്രോബ്ലം. എന്ത് ചെയ്യുന്നു എന്നല്ല പ്രശ്നം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നീ ചിലപ്പോൾ ഭയങ്കര തങ്കപ്പെട്ട വർത്തമാനവും വലിയ നല്ല കാര്യമാണ് ചെയ്യണത്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണെങ്കിൽ ഈ സ്വർഗീയ ഇടത്തിലെ ദുരാത്മാവായിട്ടത് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി നിയോഗങ്ങൾക്കുണ്ടാകുന്നൊരു കുഴപ്പം അതാണ്. ഈ നിയോഗങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴും ഇൻറ്റൻഷൻ എന്നുവെച്ചാൽ അതിൻ്റെ അത് ഉള്ളിലുള്ള നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങളാണ് ഈ ഇൻറ്റൻഷൻ. ഇന്നർ ഇൻറ്റൻഷൻസ് അതായത് നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങൾ. അത് മറ്റുള്ളവർക്ക് മിക്കവാറും പാരിയിരിക്കും. അത് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പേറ്റി കളയണം. കാറ്റത്ത് പിടിക്കേണ്ടി വരും. നമ്മൾ പണ്ട് കാറ്റത്ത് പിടിക്കത്തില്ലായിരുന്നു അല്ലേ? എന്താണ് ഈ കാറ്റ് വരുമ്പോൾ തൂറ്റണമെന്നൊക്കെ പറയത്തില്ലേ? കാറ്റ് വരുമ്പോൾ കാറ്റത്ത് പിടിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിലാണ് നമ്മുടെ നിയോഗങ്ങൾ ഇങ്ങനെ പിടിക്കേണ്ടത്. അപ്പോൾ എന്ത് പറ്റും? പതിര് പറന്നു പോകും, കതിര് താഴെ വീഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരാത്മാവില്ലാത്ത വിഷയങ്ങൾ, ദുരാത്മാവില്ലാത്ത ഇൻറ്റൻഷൻസിൻ്റെത് വരുന്നത്. നിങ്ങൾ 6 ഇൻറ്റൻഷൻസ് എഴുതി വെക്കുമ്പോഴേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഇൻറ്റൻഷൻ 2 കഴിഞ്ഞാൽ പിന്നെ എഴുതാനില്ലെങ്കിൽ എഴുതാൻ വേണ്ടി വെക്കരുത്. അതെല്ലാം ദൈവത്തിൻ്റെ കോളമായിട്ടിട്ടേക്കണം. പരിശുദ്ധാത്മാവ് എന്ന് എഴുതിയിട്ടേക്കണം. എന്താ കാര്യം? അപ്പം ദൈവത്തിനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ള അറിയാം. അല്ലെങ്കിൽ ഇപ്പം അവിടെ ദുരാത്മാവ് കയറി പിടിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ എഴുതിയില്ലെങ്കിൽ ദുരാത്മാവ് കയറി പിടിക്കുക. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ കോളം ഒഴിച്ചിടരുത്. ഒരു കാര്യത്തിനുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഒരു കോളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ്, ഒരു ഓപ്ഷനേ ഉള്ളൂ പരിശുദ്ധാത്മാവ്. ബ്ലാങ്ക് ഇല്ല. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഒരു ആളിൽ നിന്ന് പിശാചിനെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അത് വിജനമായ സ്ഥലത്തേക്ക് കറങ്ങി നടക്കും. പിന്നെ തിരിച്ചു വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവൻ തിരിച്ചതിനകത്ത് കയറി വരും. തന്നെക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കൾ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 11:24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ.
അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. നമ്മളിപ്പോൾ അടിച്ചു വാരി തൂത്ത് എന്നൊക്കെ പറയത്തില്ലേ? അടിച്ചു വാരി തൂത്ത് തിന്മകളെല്ലാം. ഇപ്പോൾ കുമ്പസാരം തന്നെ നിങ്ങൾ മനസ്സാപ പ്രായശ്ചിത്തം ചൊല്ലി 3 പ്രായശ്ചിത്തമായിട്ട് ഞങ്ങൾ പ്രായശ്ചിത്തമായിട്ട് തരുന്ന പ്രായശ്ചിത്തങ്ങൾ 5 സ്വർഗസ്ഥ 5 ജന്മം പറഞ്ഞോരും കഴിഞ്ഞ് കുമ്പസാരം കഴിയുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കണത്? പാത്രം കഴുകി വെടിപ്പാക്കിയെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പാത്രം കഴുകി വെടിപ്പാക്കി. ആ സ്പേസ് അവിടെ കിടക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കൺഫെഷന് അതിൽ തന്നെ ഒരു പ്രതിരോധ ശക്തിയുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു അവർ ഇൻറ്റൻഷൻ. നമ്മളെ ശ്രദ്ധ പോലെ ഇരിക്കും. കൺഫെഷന് അതിൽ തന്നെ ഒരു ആധ്യാത്മിക പ്രതിരോധ ശക്തി ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം കഴുകി വെക്കണത് എന്തിനാ? കാണാൻ വേണ്ടിയാണ്. കാണാൻ വേണ്ടി കഴുകി വെക്കണവരുണ്ട്. പാത്രം കഴുകി വെക്കണത് എന്തിനാ? ഭക്ഷണം കഴിക്കാനാണ്, ഉറപ്പല്ലേ? ഇപ്പം കുമ്പസാരിക്കണത് എന്തിനാണ്? പുണ്യത്തിൽ പുരോഗമിക്കാനാണ്, ഉറപ്പല്ലേ? കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ. അവിടെ എല്ലാം ആ സ്പേസ് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആണ്. നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്ക് വരുന്നൊരു പ്രശ്നമെന്ന് പറയണത്, നമുക്ക് 2 ഓപ്ഷൻ ഇല്ല. പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ തൂരിയ സ്റ്റേജ് ഉണ്ട്. ടാബ്ല റാസ എന്ന് ഗ്രീക്ക് പറയണ പോലെ ഇന്ത്യയിൽ തൂരിയ സ്റ്റേജ്. ഇപ്പോൾ ഒരു നോൺ ആബ്സെൻറ്റ്, ഒരു ആബ്സെൻറ്റ് പ്ലേസ്, നിർവ്വാണത്തിൻ്റെ തന്നെ ഒരു ഘട്ടമാണത് തൂരിയ സ്റ്റേജ്. പക്ഷേ അതുപോലെ സ്റ്റാൻഡ്സ് ഈ ക്രിസ്ത്യൻ ഫിലോസഫിയിലില്ല, ക്രിസ്ത്യൻ തിയോളജിയിലില്ല. എന്താ കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് എന്താണ്? അത് വെയ്ക്കൻ്റാണ്. വെയ്ക്കൻ്റ് ആകത്തില്ലൊരിക്കലും. ആരാണ് വെയ്ക്കൻ്റ് ആകത്ത്? പിന്നെന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ദുരാത്മാക്കൾ പിന്നെ വന്ന് ഇതിനകത്ത് കയറും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനെ തന്നെ ഇൻറ്റൻഷൻ വെക്കണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? പരിശുദ്ധാത്മാവിനെ തന്നെ നിയോഗം വെക്കണം. ഇപ്പം നിയോഗം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 നിയോഗം, എനിക്ക് നിയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിയോഗം ഇല്ല എന്നല്ല, പിന്നെ വല്ലതൊക്കെ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് എഴുതി വെക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയ്ക്കണമേ, ക്രിസ്തുവിൻ്റെ ദൗത്യമനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണം. എന്തെല്ലാം എഴുതി വെക്കാൻ പറ്റും? നിങ്ങളതിൻ്റെ അകത്ത് മുഴുവനും ഇത് നിങ്ങളുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആൾക്കാരെ കാണുമ്പോഴേ അവർ പറയും, അച്ഛാ മകൾക്ക് അവിടെ ഇത് PR കിട്ടണം അച്ഛാ എന്ന് പറയും. അപ്പോൾ PR കിട്ടണം. പിന്നെ ഭർത്താവിന് കുറച്ച് രോഗവും സ്മോളിഡിയൊക്കെ ഉണ്ടച്ചാ എന്നൊക്കെ പറയും. അപ്പം അതിനൊന്നും പ്രാർത്ഥിക്കണമെന്ന് പറയും. പിന്നെയും സമയം കിടക്കുമ്പോൾ ഇവർ ഉടനെ പറയും, അച്ഛാ എൻ്റെ അയൽവാസിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നിർത്ത്, അത് അവരുടെ കാര്യമില്ല, വണ്ടി വിട്ടേക്കാൻ പറയും. അപ്പോൾ എന്തെങ്കിലും അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വയ്യാവേരികളെല്ലാം കൂടി പറഞ്ഞു വെച്ച് ആദ്യം പറഞ്ഞ് ഡയല്യൂട്ടാക്കി കളയും. അത് ദുരാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. മറ്റുള്ളവരുടെ കാര്യം പറയണമെന്നില്ല. അങ്ങനെ അത്രയും സീരിയസ് ആണെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്നത്. നിങ്ങൾക്കൊന്നും പറയാനില്ലാഞ്ഞ കാരണം എന്നാൽ മറ്റുള്ളവരുടെ കൂടെ ഈ വണ്ടിയായാലും പോകുന്നുണ്ടല്ലോ, അയാളെ കൂടി കയറിയിരിക്കട്ടെ. വണ്ടിയായാലും ആലപ്പുഴക്ക് പോകുന്നുണ്ടല്ലോ, നാത്തും കൂടി കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നാട്ടുകാരുടെ പ്രശ്നം കൂടി പറഞ്ഞു വെപ്പിക്കും. അപ്പോൾ അതെല്ലാം ഫാൾസായി പോകും. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇത് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ദൈവത്തിന് തോന്നും ദൈവത്തിനാണ് പ്രാധാന്യമെന്ന്. ദൈവത്തിന് തോന്നും. അതാണ് ഈ പുതുക്കാൻ വരുമ്പോഴേ, ആദ്യകാലങ്ങളിൽ ഞാനിങ്ങനൊന്നും പറയത്തില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇത് തന്നെയാണ്, ഇതിലേക്കാണ് ദൈവം കൊണ്ടുപോകണമെന്ന് അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളെ ഫ്രഷ് ഹാൻഡ്സ് അല്ലേ, ഫ്രഷ് ഹാൻഡ്സിനോട് ആദ്യം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞാലൊന്നും അവരുടെ പ്രശ്നം അവർ തീ നിൽക്കുകയാണല്ലോ.
തീ നിൽക്കുന്നവരോട് തീ കെടുത്താനുള്ള മാർഗമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഷോജു എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ, ഇടക്കിട്ട് പോയായിരുന്നു ഷോജു വത്സല. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് മുമ്പ് അവരോട് പറയും, നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് പറയും. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഇത് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കട്ടെ, കർത്താവ് എന്നാ പറയണമെന്ന് കേൾക്കാമല്ലോ, നിങ്ങളതിൻ്റെ ഒരു നമ്പർ പറയാൻ പറയും. അപ്പോൾ ഷോജു ഒരു 8 പറഞ്ഞു, വത്സല ഒരു 7 പറഞ്ഞു. പിന്നെ ഞാൻ ഒരു സുവിശേഷത്തിൻ്റെ പേര് പറയാൻ പറയും. അപ്പോൾ ഒരു ലൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലൂക്ക 8-ാം അധ്യായം 7-ാം വാക്യമാണ് ഇപ്പം ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തെ സ്റ്റാറ്റസ്. 2-ാം ദിവസം 3-ാം ദിവസത്തെ 3-ാം ദിവസം ധ്യാനം എവിടെ നിൽക്കുന്നത് എന്തുണ്ട്, മീറ്റർ റീഡിംഗ് ആണ്. എൻ്റെ മീറ്റർ റീഡിംഗ് ആണ്. എന്താണ്? ലൂക്ക 8:7. നിങ്ങൾക്ക് ഇത് സിമ്പിളാണ്. നിങ്ങൾ ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണ്, ഇപ്പോൾ ഫങ്ഷനിലായിട്ട് വന്നതല്ല, ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വചനത്തിലൂടെ നിങ്ങൾ സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും. ആ അച്ഛൻ്റെ കാര്യം പറഞ്ഞത്, ആൻ്റണി ഓക്കാമച്ചൻ, ജർമ്മൻ. അങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയോ? അപ്പം അങ്ങേര് ഇങ്ങനെ പെട്ടുപോയി ആ പ്രോജക്റ്റ് ക്യാൻസലാകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ സിസ്റ്ററിനോട് പറഞ്ഞില്ലേ, സിസ്റ്റർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞത്? അച്ഛൻ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞില്ലേ? ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആ ദിവസം സിസ്റ്റർ ഒരു സ്വപ്നം കണ്ട്. സിസ്റ്റർ ഈ അച്ഛൻ്റെ മേടെ പോയിട്ടില്ല, അച്ഛൻ്റെ മുറികൾ കണ്ടിട്ടില്ല. പക്ഷേ സ്വപ്നത്തിൽ അമ്മ ഈ അച്ഛൻ്റെ മുറികളെല്ലാം കാണിച്ച്, അച്ഛൻ്റെ മേടകളെല്ലാം കാണിച്ച ശേഷം ഓരോ ഭൂമുഖത്തുനിന്ന് കയറി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മറ്റേ മുറികൾ സ്റ്റഡി റൂമിലേക്കും ഡ്രോയിങ് റൂമിലേക്കും പോയിട്ട് അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് മാതാവ് അച്ഛൻ്റെ തലയിൽ കൈവച്ച്. പിറ്റേ ദിവസം വെളുപ്പിന് സിസ്റ്റർ സ്വപ്നം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അച്ഛനെ വിളിച്ച് പറഞ്ഞ്, ഇനിയൊരു പ്രശ്നവുമില്ല, അമ്മ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ടു, ഇതല്ലേ അച്ഛൻ്റെ വീട്, ഈ മുറിയിൽ ഇന്ന സാധനങ്ങളില്ലേ, അടുത്ത മുറിയിൽ ഇന്ന സാധനങ്ങളില്ലേ, അതിലെകൂടി മാതാവ് കടന്നിട്ടുണ്ട്, അച്ഛൻ ഇരിക്കുന്ന സ്ഥലം ഇന്നതല്ലേ, അവിടെ വന്ന് അമ്മ അച്ഛൻ്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്, ഇനി അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല. ആക്കുമ്പോൾ ഓഫീസിൽ നിന്ന് ഇവരുടെ പ്രോജക്റ്റ് ഓഫീസിൽ വിളിച്ചു, ഫാദർ ഞങ്ങളെ കാണാം. നേരത്തെ ഇങ്ങനെ പ്രോജക്റ്റ് ഓഫീസ് കേസിലിരിക്കുകയല്ലേ, ചിലപ്പോൾ അകത്ത് പോവും, ജയിലിൽ പോവും. അതുകൊണ്ട് ഇവർ ഒരു കൗൺസിലിങ്ങിന് പോലും ടൈം കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ അവർ പറയണേ, നിങ്ങൾ വന്ന് ഞങ്ങളെ കാണുക, നിങ്ങൾക്കെതിരെയുള്ള ആരോപണം നിലനിൽക്കണില്ലെന്ന്.